എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നോക്കാൻ പോകുന്ന എന്താ അറിയോ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്, തിരിച്ചും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്. ഓക്കെ, മുന്നോട്ട് എങ്ങനെ പോകണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തിരിച്ച് നിങ്ങൾ എന്താണ് അവരുടെ സൈഡിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്കുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്, കാരണം ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. ഓക്കെ, പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ എല്ലാം നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, എപ്പോഴും പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻസ് കൂടുതലായിട്ട് ചെയ്യുക കേട്ടോ. എന്താ പറയുക, നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും കഴിയുന്നതും പോസിറ്റീവായിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഫിയേഴ്സ്, ആങ്സൈറ്റീസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ അതിനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തത് കൊണ്ട് നമുക്ക് അത് നെഗറ്റിവിറ്റി മാറി ഒരു പോസിറ്റീവ് സൈഡ് നമുക്ക് ലൈഫിലേക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാമോ? ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരിൽ നിന്നും എന്ത് എക്സ്പെക്റ്റേഷനാണ് കീപ്പ് ചെയ്യുന്നത്? വാട്ട് ഡു ദേ എക്സ്പെക്റ്റ് ഫ്രം മൈ വ്യൂവേഴ്സ്? വാട്ട് ഡസ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ എക്സ്പെക്റ്റ് ഫ്രം മൈ വ്യൂവേഴ്സ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരും. അവർക്ക് എന്താണ് വേണ്ടത് എൻ്റെ വ്യൂവേഴ്സിൽ നിന്നും? Seven of Wands, Wheel, Three of Cups, Queen of Pentacles, okay, Four of Pentacles, Empress, അത് ഞാൻ പ്രതീക്ഷിച്ചു കേട്ടോ. Nine of Cups, Magician, King of Cups, Temperance, Six of Cups, അതും ഞാൻ പ്രതീക്ഷിച്ചു. Hierophant, അതും ഞാൻ പ്രതീക്ഷിച്ചു. Star. ഓക്കെ, ആദ്യമായിട്ട് അവർ നിങ്ങളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ അവർക്ക് കൃത്യമായിട്ടൊരു ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ, അവരെ ഹാങ്ങിങ് ആയിട്ട് നിർത്തിയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെ നിങ്ങൾ ഒന്ന് ചൂഴ്ന്ന് നോക്കിയിട്ട് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഫീലിങ്സ് എന്താണ്, നിങ്ങളും അവർ മേലെ ഇൻട്രസ്റ്റഡ് ആണോ, അവരോട് നിങ്ങൾക്ക് സ്നേഹമാണോ എന്നൊന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അവരുടെ അടുത്ത് പറയണമെന്ന് അവർ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം, അവരുടെ സ്നേഹം കണ്ടില്ല എന്ന് നടിച്ചിരിക്കാതെ ക്ലിയർ ആയിട്ടൊരു ഉത്തരം അവർക്ക് കൊടുക്കുക. കാരണം ഇടയ്ക്ക് ശരിയെന്ന് പറയാം, ഇടയ്ക്കില്ല എന്ന് പറയാം, അല്ലെ ഒന്നും പറയാതിരിക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ അവർക്ക് കൺഫ്യൂഷനാണ്. നിങ്ങളുടെ എക്സ്പ്രഷൻസ് കൊണ്ട് പ്രകടിപ്പിച്ചാൽ പോരാ, അവർ ചിന്തിക്കുന്നത് വാക്കാൽ അവരുടെ അടുത്ത് പറയണം. നിങ്ങൾ നേരിട്ട് സംസാരിച്ച് നിങ്ങളുടെ ഫീലിങ്സ് അവർക്ക് ക്ലിയർ ആക്കി കൊടുക്കണം എന്നാണ് അവർ വിചാരിക്കുന്നത്. അവർക്ക് കൺഫ്യൂഷൻ വരികയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ക്ലാരിറ്റി അവർക്ക് കൊടുക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു നല്ല കാലം വരും വരെയും നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. പലർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ജോലിയിൽ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. പല സിറ്റുവേഷൻസ് ഉണ്ട്, തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ മാറി വരും വരെയും നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ നല്ല കാലം വരും. ആ പോസിറ്റീവ് തിങ്കിങ് കൈവിടാതെ നിങ്ങൾ അവരുടെ കൂടെ എന്നും നിൽക്കണം, ഉറച്ചു നിൽക്കണം എന്നവർ ചിന്തിക്കുന്നു എന്ന് കാണുന്നു കേട്ടോ. നിങ്ങൾ അവരുടെ ഏറ്റവും നല്ലൊരു സുഹൃത്തും കൂടി ആയിരിക്കണം. ഓക്കെ, അവർക്ക് എല്ലാം നിങ്ങളുടെ അടുത്ത് പറയാൻ സാധിക്കണം. നിങ്ങളും അവരെ വിശ്വസിച്ച് എല്ലാം അവരുടെ അടുത്ത് ഷെയർ ചെയ്യണം. നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് ഷെയർ ചെയ്യും പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്ന് അവർ പറയുന്നുണ്ട്. നിങ്ങളെ എപ്പോഴും കാണണം, കണ്ട് ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ടൈം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മൊത്തം ഒരു കാപ്പി കുടിക്കുക, കുറച്ച് നേരം പുറത്ത് പോവുക, സംസാരിച്ചിരിക്കുക, ഒരു മൂവിക്ക് പോവുക, അങ്ങനത്തെ ഒരു ടൈം സ്പെൻഡിങ് ഉണ്ടല്ലോ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ജോലിയിലും ശ്രദ്ധിക്കണം എന്ന് അവർ കരുതുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് വേണ്ട. ജോലിയിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നിങ്ങൾ സമ്പാദിക്കണം.
നിങ്ങൾ സ്വയം പര്യാപ്തത നേടണം എന്നൊക്കെ അവർ അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. റിലേഷൻഷിപ്പിൽ ഫോക്കസ് ചെയ്തോളൂ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യത്തിലും ഫോക്കസ് ചെയ്യണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് കേട്ടോ. അത് നല്ലൊരു കാര്യമാണ്. നിങ്ങൾ അവരെക്കുറിച്ച് കുറച്ച് പൊസസീവായിട്ട് പെരുമാറണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. സാമാന്യം പൊസസീവ്നെസ് നിങ്ങൾ കാണിക്കണം. ഇപ്പോൾ അവർ വേറെ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ട്, നിങ്ങളത് പ്രശ്നമല്ല എന്നുള്ള രീതിയിലല്ല പ്രതികരിക്കേണ്ടത്, എന്തിനു സംസാരിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ചോദിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് പൊസസീവായിട്ട് പെരുമാറണം. അതുമാത്രമല്ല സേവിങ്സിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം എന്നും അവർ കരുതുന്നുണ്ട്. ഓക്കെ, ജോലിയിൽ ശ്രദ്ധിക്കണം, അതിൻ്റെ കൂട്ടത്തിൽ പൈസ നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനുള്ള പൈസ നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം എന്നും അവർ കരുതുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവരെ ഒരുപാട് കെയർ ചെയ്യണം. ഒരമ്മ കുഞ്ഞിന് കൊടുക്കുന്ന കെയർ പോലെ നിങ്ങൾ അവരെ ചേർത്ത് നിർത്തണം, അവരെ സ്നേഹിക്കണം, പാമ്പർ ചെയ്യണം, കെയർ ചെയ്യണം, കൊഞ്ചിക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത ഉണ്ടല്ലോ. അതൊക്കെ ഒരു ഭയങ്കരമായ കെയർ അവർ നിങ്ങളുടെ അടുത്തു നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു പാമ്പറിങ് ആണ് അവർക്ക് വേണ്ടത് നിങ്ങളുടെ അടുത്തു നിന്നും എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. തിരിച്ച് നിങ്ങളും പറയണം അവരും നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഒരു പൂർണ്ണതയുള്ളൂ എന്ന് നിങ്ങൾ അവരുടെ അടുത്ത് പറയണം എന്നവർ ചിന്തിക്കുന്നു കേട്ടോ. മജീഷ്യൻ വെച്ച് നിങ്ങൾ അവരെ തന്നെ ചിന്തിക്കണം, അവരുടെ കാര്യങ്ങളിൽ എപ്പോഴും ചോദിക്കണം, ഫോക്കസ് ചെയ്യണം, 24 മണിക്കൂർ അവരെ പറ്റി ചിന്തിക്കണം, പ്രാർത്ഥനകൾ ചൊല്ലണം അവർക്ക് വേണ്ടിയിട്ട്. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും കോൺസ്റ്റൻ്റായിട്ട് അവരെക്കുറിച്ച് ചിന്തിക്കണം എന്നവർ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പൂർണ്ണമായ അറ്റൻഷൻ അവർക്ക് കിട്ടണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മറ്റാരെയും പറ്റി ചിന്തിക്കാൻ പാടില്ല, അവരെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എന്നുള്ളത്. ഓക്കെ, കിങ് ഓഫ് കപ്സ് ആൻഡ് ടെമ്പറൻസ് ഇത് രണ്ടും ഒരുമിച്ച് വായിക്കേണ്ടി വരും. നിങ്ങളൊരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ഇരിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് സ്നേഹമുണ്ട് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളത് പല രീതിയിലും മുഖം കൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട്, മുഖത്തിലെ എക്സ്പ്രഷൻ കൊണ്ട്, നിങ്ങളുടെ നോട്ടം കൊണ്ട് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാറുണ്ടായിരിക്കും, തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അവർ ചിന്തിക്കുന്നത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നം എന്താണെന്നും അവരുടെ അടുത്ത് പറയാം, പക്ഷേ ഒരു തീരുമാനം അറിയിക്കുക എന്നുള്ളത്, ഇവരെന്ത് വേണം, എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ അവർക്കൊരു ക്ലാരിറ്റി നിങ്ങൾ കൊടുക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾ വളരെ ബാലൻസ്ഡ് ആയിട്ടൊരു വ്യക്തിയാണ്. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ അവർ ഓടി വരുന്ന നിങ്ങളുടെ അടുത്തേക്കാണ്. ആ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ കൊടുക്കാൻ നിങ്ങൾക്കേ സാധിക്കുള്ളൂ എന്നവർ ചിന്തിക്കുന്നത്. അവർക്ക് മനസ്സമാധാനം കിട്ടുന്നത് നിങ്ങളുടെ അടുത്ത് വരുമ്പോഴാണ്. അപ്പോൾ അവർ ചിന്തിക്കുന്ന ആ സമാധാനം, ആ സപ്പോർട്ട് എല്ലാം നിങ്ങളെന്നും അവർക്ക് കൊടുക്കണം, എന്നും അവരുടെ കൂടെ വേണം. ബാലൻസ്ഡായിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതേപോലെ ലോങ് ടേം ജീവിതം മുഴുവൻ നിങ്ങൾ അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഓർമ്മകൾ നിങ്ങൾക്ക് ഒരുമിച്ച് ഉണ്ടാക്കണം. ഭാവിയിലെ വയസ്സുകാലത്തിരുന്ന് ആലോചിക്കാൻ, തിരിഞ്ഞു നോക്കുമ്പോൾ ഹാപ്പി മൊമെൻറ്റ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഹെറോഫൻ്റ് നിങ്ങൾ അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാനിവിടെ അതൊരു മാരേജ് കമ്മിറ്റ്മെൻ്റ് എന്ന് 100% പറയില്ല. പക്ഷെ അവർ ചിന്തിക്കുന്ന ഇമോഷണലി എങ്കിലും നിങ്ങൾ അവർക്ക് 100% കമ്മിറ്റഡ് ആയിരിക്കണം. എനിക്ക് ഏത് സൈഡിൽ ആൾക്കാർ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പുറത്തൊരു കുടുംബം എവിടെയെങ്കിലും ഉണ്ട്, ആ കുടുംബത്തിൽ നിന്നുകൊണ്ട് തന്നെ മതി എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവർക്കായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ഇമോഷണൽ കൺസിസ്റ്റൻസി, ഒരു ഇമോഷണൽ കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്നും കിട്ടണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാർ വെച്ച് നിങ്ങളെന്നും അവരുടെ ഒരു ലക്കി ചാമാണ്. നിങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ് അവർക്ക് ഭാഗ്യം വർക്കൗട്ട് ആവാറുള്ളത് കേട്ടോ. ആ ഭാഗ്യം അവർക്ക് എന്നും വേണം. നിങ്ങൾ ഒരിക്കലും അവരെ വിട്ടുപോകരുത്. അവരുടെ ജീവിതത്തിലുള്ള ഒരു വെളിച്ചമായിട്ട് നിങ്ങളെന്നും, ഒരു വഴികാട്ടിയായിട്ട് നിങ്ങളെന്നും കൂടെ വേണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളവരെ പ്രതി ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയിരിക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അവർ ഹെറോഫൻറ്റിലും അത് തന്നെയാണ് കണ്ടത്. ഇമോഷണലി നിങ്ങൾ അവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. എന്താ പറയുക, നിങ്ങളവരെ അവരില്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ അത് നിങ്ങൾ അവരുടെ അടുത്ത് പറയണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡെവിൾ വെച്ച് വിട്ടുപോകില്ല എന്ന് തീർച്ചയായും പറയണം. അതായത് നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് വിട്ടുപോകാത്ത തരത്തിലുള്ള ഒരു ബന്ധമാണ്, ഒരു അഡിക്ഷൻ രീതിയിലാണ് അവർ നിങ്ങൾക്ക് എന്ന് നിങ്ങൾ പറയണം. ഒരിക്കലും അവരെ വിട്ടുപോകരുത്. വഴക്കിട്ട് പോയാൽ തന്നെ രണ്ടിനൊന്ന് തിരിച്ച് വരണം.
അതാണ് അവരുടെ ചിന്ത. അതായത് ഒരു എന്താ കാണാൻ വയ്യാത്ത ഒരു കയറുകൊണ്ട് പരസ്പരം ബന്ധിച്ച് വെച്ചതുപോലെ, അതുപോലെ നിങ്ങൾ ഇന്ന് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് അവർ കരുതുന്നത് കേട്ടോ. അവരെ കാണാതിരിക്കുമ്പോൾ നിങ്ങൾ അവരെ മിസ്സ് ചെയ്യുന്നു എന്ന് പറയണം. മിസ്സിങ് എനർജി നിങ്ങൾക്ക് വലുതായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അവരെക്കുറിച്ച് എന്നും അവർ കരുതുന്നു കേട്ടോ. പരസ്പര സ്നേഹമാണ് എന്ന് തന്നെ നിങ്ങൾ അവരുടെ അടുത്ത് പറയണം. അവരുടെ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, തിരിച്ചും നിങ്ങൾക്ക് സ്നേഹമാണെന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ രണ്ട് ദിക്കിലൊക്കെ ആണെങ്കിൽ റീയൂണിയന് നിങ്ങൾ തയ്യാറാണ് എന്ന് പറയണം. എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ച് നിങ്ങൾ അവരുമായിട്ടൊരു റീയൂണിയന് തയ്യാറാണ് എന്നും പറയണം എന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ അവരുടെ അടുത്ത് പെരുമാറണമെന്നും എന്നും അവർ പറയുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ അവരുടെ അടുത്ത് എപ്പോഴും ഐ ലവ് യു പറയണം. നിങ്ങൾക്ക് അവർ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, അത്രയും അടുപ്പമുണ്ട് എന്നുള്ള രീതിയിൽ പറയണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ചിലരെങ്കിലും, എല്ലാവർക്കും എന്നല്ല, ചിലർക്കെങ്കിലും ഒരു ഫിസിക്കൽ ഇൻറ്റിമസിക്ക് നിങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് കൺവേ ചെയ്യണമെന്നും ചിലർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അവരുമായിട്ട് ഫിസിക്കലി കണക്റ്റഡ് ആവാൻ നിങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയണം എന്നും അവർ കരുതുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇതുവരെയും നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യണം എന്നും അവർ കരുതുന്നു കേട്ടോ. ഒരേ ഒരു കാർഡ്, ലാസ്റ്റ് കാർഡ്. ഓക്കെ, ഈസ് ഓഫ് കപ്സ്. അത് തന്നെയാണ്, നിങ്ങളുടെ സ്നേഹം തുറന്ന് പറയണം. അതും വിട്ടുപോകാൻ പറ്റാത്ത തരത്തിലുള്ള സ്നേഹമാണ് നിങ്ങൾക്ക് അവരോട് എന്നുള്ള രീതിയിൽ നിങ്ങൾ അവരുടെ അടുത്ത് കൺവേ ചെയ്യണം എന്നാണ് അവർ കരുതുന്നത്. ഓക്കെ, ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ എക്സ്പെക്റ്റേഷൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇന്ന് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻസ് എന്താണെന്ന് നോക്കിയാലോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിന് അവരുടെ പേഴ്സണിൽ നിന്നും എന്ത് എക്സ്പെക്റ്റേഷനാണുള്ളത്. എൻ്റെ വ്യൂവേഴ്സിന് അവരുടെ പേഴ്സണിൽ നിന്നും എന്ത് എക്സ്പെക്റ്റേഷനാണുള്ളത്. എൻ്റെ വ്യൂവേഴ്സിന് അവരുടെ പേഴ്സണിൽ നിന്നും എന്ത് എക്സ്പെക്റ്റേഷനാണുള്ളത്. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ നിങ്ങളുടെ പേഴ്സണിൽ എടുത്തത് കേട്ടോ. എൻ്റെ വ്യൂവേഴ്സിന് അവരുടെ പേഴ്സണിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് പറയുന്നത്. പ്ലീസ് ഗൈഡ്. എടുക്കട്ടെ. കിങ് ഓഫ് കപ്സ്, 9 ഓഫ് കപ്സ്, 7 ഓഫ് കപ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, ക്വീൻ ഓഫ് വാൻഡ്സ്, 10 ഓഫ് പെൻഡക്കിൾസ്, 5 ഓഫ് വാൻഡ്സ്, സ്ട്രെങ്ത്, സൺ, 2 ഓഫ് പെൻഡക്കിൾസ്, പേജ് ഓഫ് പെൻഡക്കിൾസ്, 4 ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് കപ്സ്. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ്, വളരെ ചെറിയ എക്സ്പെക്റ്റേഷനാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തു നിന്ന് ചിന്തിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലിരിക്കുകയാണെങ്കിൽ, ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ അവരിയ്ക്കുകയാണെങ്കിൽ, അതായത് സ്നേഹം ഒരുപാടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ അവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് വരണമെന്ന് നിങ്ങൾ കരുതുന്നു. എന്ന് വെച്ചാൽ ഈ സമയം മാറി വരും. ഈ എന്താ പറയുക, ബാഡ് ലക്ക് സിറ്റുവേഷൻ എല്ലാം മാറി ഒരു ഗുഡ് ലക്ക് സിറ്റുവേഷനിലേക്ക് അതെത്തും. ആ കൺഫ്യൂഷൻസ് എല്ലാം മാറി അവർ എന്താ പറയുക, അവർക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുകയാണ്, ഒരു മെൻ്റൽ ക്ലാരിറ്റിയേ ഇല്ല. ടോട്ടൽ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത്. സ്നേഹമുണ്ട്, പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണെന്ന് അവർ പറയണം. നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് കിട്ടണം. നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻ്റ് എന്നാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അവിടെ നിങ്ങൾ അതിതീവ്രമായി ആഗ്രഹിക്കുന്നത് ഈ സിറ്റുവേഷൻ ഒരു ഗുഡ് ലക്ക് സിറ്റുവേഷനിലേക്ക് മാറി വരണം. അവരുടെ സ്നേഹം പൂർണ്ണമായി നിങ്ങളുടെ അടുത്ത് പറയണം. അങ്ങനെ നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് കൈവരണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് കേട്ടോ. ഏറ്റവും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ആണത്. അതുപോലെ എയ്തർ സൈഡിലൊരു ഫാമിലി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത് ഇവർ മാരീഡ് ആണെങ്കിൽ ഇവരുടെ സ്പൗസ് കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ അത് അവരുടെ പാരൻ്റ് ആയിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി എനിക്ക് പാരൻസിൻ്റെ ആണ് കൂടുതലായിട്ടും കണക്റ്റ് ആവുന്നത്. അവിടെ ഒരു പാരൻ്റൽ പ്രഷറൊക്കെയാണ്. ഒരു പക്ഷേ ജാതി മതം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്
അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഡിഫറൻസസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ വീട്ടിൽ ആരെങ്കിലും എതിർക്കുന്നുണ്ടാവും വിവാഹത്തിന്. അവിടെ ഇവർ ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇവർക്ക് മുന്നോട്ട് വരണം എന്നുണ്ട്, പക്ഷെ ഇവർക്ക് സാധിക്കുന്നില്ല എന്നൊരു സിറ്റുവേഷൻ, ഒന്ന് മടിച്ച് നിൽക്കുന്ന പോലെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആയിട്ട് ഒരു തീരുമാനം അവർ അറിയിക്കണം എന്നാണ് രണ്ടാമതായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത് കേട്ടോ. പാരൻ്റൽ പ്രഷർ പറഞ്ഞിട്ട് എനിക്ക് കൂടുതലായും പാരൻ്റൽ പ്രഷർ തന്നെയാണ് അവിടെ കാണുന്നത്. അത് സോഷ്യൽ സ്റ്റാറ്റസ് പറഞ്ഞിട്ടായിരിക്കാം, സാമ്പത്തികം പറഞ്ഞിട്ടായിരിക്കാം, ജാതി മതം അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കാം. ആ ഡിഫറൻസസ് ആണ് എനിക്ക് കൂടുതലായിട്ട് അവിടെ കാണുന്നത്. നിങ്ങൾക്ക് ചിന്താശക്തിയുണ്ട്, കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പ്രാപ്തിയുള്ള വ്യക്തിയാണ്. ആലോചിച്ച് സമയമെടുത്ത് തീരുമാനിച്ച ഒരു തീരുമാനം, ഉറച്ച തീരുമാനം നിങ്ങൾക്കായി അവർ എടുക്കണം. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊരു തീരുമാനം അവർ അറിയിക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത്. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർ നിങ്ങൾക്കൊരു തീരുമാനം അറിയിക്കണം എന്ന്. ഓക്കെ, അത് പോസിറ്റീവ് തീരുമാനം തന്നെയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കേട്ടോ, മാറിപ്പോകുന്നു എന്നല്ല. അതേപോലെ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു പ്രപ്പോസൽ, ഒരു കല്യാണം തന്നെയാണ് നിങ്ങളുടെ ഡിമാൻഡ്. ഓക്കെ, 2 ഓഫ് പെൻറ്റക്കിൾസ് ജഗ്ലിങ്ങിലാണെങ്കിൽ തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ഇൻ കോണ്ടാക്റ്റ് ആണ്, നിങ്ങൾ രണ്ടുപേരും ഇൻ കോണ്ടാക്റ്റ് ആണ്, സംസാരിക്കാറുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റ് ചോദിക്കുമ്പോൾ ഇവർ ജഗിൾ ചെയ്യും. നിങ്ങൾ അവരുടെ ലൈഫിൽ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയാണ്, ചന്ദ്രനാണ്, സൂര്യനാണെന്നൊക്കെ ഇവർ പറയുന്നുണ്ടാവും. പക്ഷേ ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്ന കാര്യം വരുമ്പോൾ ഇവർ ജഗിൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ചുമ്മാ ചാറ്റ് ചെയ്തിരിക്കാനല്ല, എനിക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. അവർക്ക് ആവശ്യമുള്ളപ്പോൾ, അവർക്ക് കൺഫ്യൂഷൻസ് വരുമ്പോൾ, അവർക്ക് ടെൻഷൻ വരുമ്പോൾ അത് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ചുമട് ഇറക്കി വെക്കാനുള്ള ഒരു സ്ഥലമല്ല നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റാണ് അവരുടെ ഭാഗത്തു നിന്നും വേണ്ടത്. തീർച്ചയായിട്ടും ഒരു പ്രപ്പോസൽ, ഒരു മാരേജ് പ്രപ്പോസൽ, അല്ലെങ്കിൽ ഒരു ലവ് പ്രപ്പോസൽ, ലവ് അക്സെപ്റ്റൻസ് അവരുടെ ഭാഗത്തു നിന്ന് വരണം എന്ന് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. അവരുടെ സ്ട്രെസ്സ് ബസ്റ്റർ മാത്രമല്ല, നിങ്ങൾ അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അത് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ആണ്. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ. പേജ് ഓഫ് കപ്സ് അവരെന്നും നിങ്ങളുമായിട്ട് സംസാരിക്കണം, ചാറ്റ് ചെയ്യണം, കണക്റ്റഡ് ആയിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ വളരെയധികം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സംസാരം, പരസ്പരം കാര്യങ്ങൾ തുറന്ന് പറയണം എന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് കാർഡ്സ് എടുക്കാം. സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള സിമ്പിളായിട്ടുള്ള എക്സ്പെക്റ്റേഷനാണ് നിങ്ങളുടെ, തീർച്ചയായിട്ടും അല്ലേ. കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അവരുടെ ജോലിയിൽ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. അവർ ഡിസ്ട്രാക്റ്റഡ് ആവുന്നതായിട്ട് നിങ്ങളിൽ പലർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. സേവിങ്സിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കണം. കുറച്ച് പൈസ ചിലവാക്കുന്നത് കൂടുന്നുണ്ടോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്നത് കുറച്ച് സമ്പാദ്യത്തിലേക്കും കൂടി ഫോക്കസ് ചെയ്യുക എന്നുള്ള രീതിയിൽ അങ്ങനെയും നിങ്ങൾ പറയുന്നത്. ഓവറായിട്ട് ചുമ്മാ മൊബൈൽ മാറ്റി വാങ്ങിക്കുന്നുണ്ടാവും, വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പൈസ അനാവശ്യമായിട്ട് ചിലവാക്കി കളയുന്നുണ്ടാവും, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതി. ഓക്കെ, നിങ്ങളവരെ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടാണ് കാണുന്നത്. അവർ നിങ്ങളെ അവരുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിട്ട് കൂടി കണക്കാക്കണമെന്ന് നിങ്ങൾ കരുതുന്നു. ആരോടും പറയാത്ത കാര്യങ്ങളും അവർ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നാണ് നിങ്ങൾ കരുതുന്നത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് അവർക്ക് പറയാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യവും ഉണ്ടാവരുത് ഈ ലോകത്തിൽ എന്നാണ് നിങ്ങൾ കരുതുന്നത്. അതുമാത്രമല്ല, അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ ഇതിലും ലോട്ടിലും അത് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായ പ്രൈവറ്റ് ടൈമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ ഒന്നിച്ച് കാണുക, ഒന്നിത്തിരി നേരം ഇരുന്ന് സംസാരിക്കുക, പാർക്കിൽ പോവുക, ബീച്ചിൽ പോവുക, ഒരു മൂവിക്ക് പോവുക, ഒരു കാപ്പി കുടിക്കുക, അങ്ങനത്തെ ഒരു ടൈം സ്പെൻഡിങ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. 4 ഓഫ് പെൻറ്റക്കിൾസ് അവർ നിങ്ങളെ പ്രതി പൊസസീവ് ആണെന്ന് അവർ പറയണം. നിങ്ങൾ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്നവർ പറയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആരുമായിട്ട് ഷെയർ ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെ അവർ പറയണം എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ആരുമായിട്ട് ഷെയർ ചെയ്യാൻ അവർ താല്പര്യപ്പെടുന്നില്ല എന്ന്, അതായത് ഐ ആം ദ മാൻ എന്ന മെസ്സേജിൽ വരില്ലേ, അതുപോലെ നിങ്ങൾ അവരുടെ മാത്രമാണ്, അങ്ങനെ ഇരുന്നാൽ മതി എന്ന് അവർ പറയണം എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ്, ഒരുപാട് സ്നേഹം അവർ നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കണം. ആ സ്നേഹം വാക്കാൽ പ്രകടിപ്പിക്കണമെന്നും നിങ്ങൾ കരുതുന്നുണ്ട് കേട്ടോ. അവരുടെ ജോലിയിൽ ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. ഈ റിലേഷനിൽ പെട്ടിട്ട് ഒരു ഡിസ്ട്രാക്ഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മാറി അവരുടെ
ജോലിയിലേക്ക് കുറേ അധികം ശ്രദ്ധിക്കണം, അവിടെ നല്ലൊരു പേരെടുക്കണം എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കരുതുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തമ്മിൽ പിണക്കത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളെ വന്ന് കണ്ട് നിങ്ങളെ സമാധാനിപ്പിച്ച് നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നും നിങ്ങൾ കരുതുന്നുണ്ട്. നിങ്ങളെ പരമാവധി പറഞ്ഞ് സമ്മതിപ്പിച്ച് സമാധാനിപ്പിച്ച് സ്നേഹിച്ച് ഒരു ഗിഫ്റ്റൊക്കെ തന്ന് അങ്ങനെ മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. ഒരേ ഒരു കാർഡ് കൂടി എടുക്കാം, ലാസ്റ്റ് കാർഡ്. നിങ്ങളുടെ ഫീലിങ്സ് മിറർ ചെയ്യുന്ന പോലെ തോന്നുന്നില്ലേ? അവരെവിടെയെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ ജഗിൾ ചെയ്തൊക്കെ നിൽക്കുകയാണെങ്കിൽ, ആ ഒരു കൺഫ്യൂസിങ് സിറ്റുവേഷന് ഒരു അവസാനം കുറിച്ചിട്ട് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിന് തയ്യാറായിട്ട് അവർ വരണം എന്നും നിങ്ങൾ കരുതുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ വളരെ ജെനുവിനായിട്ടുള്ള ആവശ്യങ്ങളാണ് അല്ലേ? ഒന്നും ഓവർവെൽമിംഗ് ആയിട്ടുള്ള ആവശ്യങ്ങളല്ല, വളരെ ജെനുവിനായിട്ട് എല്ലാ റിലേഷൻഷിപ്പിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. എല്ലാവർക്കും ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. വേറെന്താണ്, പുതിയൊരു വീഡിയോ ആയിട്ട് തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ഓക്കെ, ഞാൻ എൻ്റെ ഫോണിൽ അപ്ഡേറ്റ്സിൽ ഇട്ടിരുന്നു, ഇവിടെയും കൂടെ ഞാൻ പറഞ്ഞേക്കാം. നാളെ മുതൽ ഞാൻ പേഴ്സണൽ റീഡിങ്ങിന് അവൈലബിൾ അല്ല. ഞാൻ ആക്ച്വലി വെനസ്ഡേ മുതലാണ് പറഞ്ഞിരുന്നത്. നാളെയും എനിക്ക് പാക്കിംഗ് തിരക്കുകൾ, എനിക്കൊരു യാത്രയുണ്ട്. അത് കാരണം ഞാൻ നാളെ മുതൽ 4-ാം തീയതി വരെ പേഴ്സണൽ റീഡിങ്ങിന് അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ. പക്ഷേ ഇന്നും ഞാൻ ലിമിറ്റഡ് നമ്പേഴ്സേ എടുക്കുന്നുള്ളൂ എന്ന് എനിക്ക് തിരക്കുകളുണ്ട്, അതുകൊണ്ടാണ്. കാരണം ഓവർവെൽമിങ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ സ്റ്റക്കായി പോകും. അപ്പോൾ ഇന്ന് വളരെ കുറച്ച് നമ്പേഴ്സേ എടുക്കുകയുള്ളൂ. നാളെ മുതൽ 4-ാം തീയതി വരെ പേഴ്സണൽ റീഡിംഗ് ഇല്ല. വീഡിയോസ് കഴിയുന്നതും ഞാൻ പോസ്റ്റ് ചെയ്യും കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അതുവരെ എല്ലാവരും സമാധാനമായിട്ടിരിക്കുക. അപ്പോൾ വേറൊന്നുമില്ല, ഉടനെ നമുക്ക് കാണാം. ബൈ.